പ്രൈസ് ദി ലോർഡ്. വൺ മോർ ഡേ ഇൻ ഹിസ് പ്രസൻസ്. അവന്റെ സാന്നിധ്യത്തിൽ ഒരു ദിവസം കൂടെ നമുക്കായിരിക്കാൻ കർത്താവ് ഭാഗ്യം തന്നു. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നിരിക്കുന്ന ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യു ഷുഡ് മേക്ക് യുവർ ഡേ. നമ്മുടെ ദിവസം നമ്മൾ തന്നെ പറഞ്ഞ്, ചിലപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ കണ്ടേക്കാം, ചില വെല്ലുവിളികൾ കണ്ടേക്കാം, ചില പ്രതിസന്ധികൾ കണ്ടേക്കാം, ചില കാര്യങ്ങൾ നമ്മൾ എങ്ങനെ തരണം ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. സ്പീക്ക് ഓൺ ഇറ്റ്. അതിന്റെ മേൽ നിങ്ങൾ സംസാരിക്കാനൊന്ന് തുടങ്ങിക്ക്, കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നത് കാണാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് സംസാരശേഷി. സംസാരശേഷി ഇല്ലാത്ത അനേകരെ നമ്മൾ കാണാറുണ്ട്, അല്ലേ? ഒന്ന് വർത്താനം പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് വർത്താനം വാക്കുകൾ, കർത്താവ് തന്നിരിക്കുന്ന വാക്കുകൾ, അതിന്റെ ശക്തി, വാക്കിന്റെ ശക്തിയെക്കുറിച്ച് നമുക്കറിയാം, അല്ലേ? എത്ര പവർഫുൾ ആണ്. കർത്താവ് തന്നെ തന്റെ പരസ്യ ശുശ്രൂഷയിൽ ഹി വാസ് സ്പീക്കിംഗ് ടു എവരിത്തിങ്. എല്ലാത്തിനോടും താൻ കാണേണ്ട കാര്യങ്ങൾ താൻ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇന്ന് പ്രഭാതത്തിലും എന്നെ കേൾക്കുന്ന സഹോദരന്മാരോടും പറയാം, സഹോദരിമാരോട് പറയട്ടെ, സംസാരിച്ച് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ആകുലതകളും നിങ്ങളുടെ ഭയങ്ങളും നിങ്ങളുടെ നിരാശകളും നിങ്ങളുടെ ദുഃഖങ്ങളും സംസാരിക്കാതെ നിങ്ങൾ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നോ അത് സംസാരിച്ച് തുടങ്ങിക്കുക, അല്ലേ? സ്പീക്ക് വാട്ട് യു വാണ്ട് ടു സീ. എന്താ കാണാൻ ആഗ്രഹിക്കുന്നത് അതൊന്ന് സംസാരിച്ച് തുടങ്ങി. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നു. ഇന്ന് ചിലപ്പം നമ്മുടെ ജീവിതത്തിൽ റീച്ചയും പറഞ്ഞ പോലെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരിക്കാം, അതിനെയൊക്കെ ഫേസ് ചെയ്യണമായിരിക്കാം. പക്ഷെ രാവിലെ എന്ന് പറഞ്ഞ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം കർത്താവ് എനിക്ക് തന്നു. കർത്താവ് ഉണ്ടാക്കിയ ദിവസമാണ്. ഇനി ഞാൻ സന്തോഷിക്കും. നമ്മുടെ വാക്കുകളാണ് നമുക്ക് സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. റിച്ചായും പറഞ്ഞ പോലെ നമ്മുടെ ആവലാതികളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ മക്കളോടും ഭർത്താവിനോടും അല്ലെങ്കിൽ ഭാര്യയോടും അയൽവക്കംകാരോടും ബന്ധുക്കളോടും രാവിലെ മുതൽ നമ്മുടെ ആവലാതികൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ കർത്താവ് എന്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ പ്രതിസന്ധിയെ നേരിടും, അതൊരു അത്ഭുതമായി തീരും. അങ്ങനെയൊക്കെ നമ്മളൊന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ വലിയ ആശ്വാസമാവും, നമ്മുടെ ഭവനത്തിനും ആശ്വാസം. അല്ലെങ്കിൽ എല്ലാരും കൂടെ എല്ലാം കൂടെ പറഞ്ഞ് പിന്നെ ഒരു വഴക്കിലായിരിക്കും. അങ്ങനെ അനേക കുടുംബങ്ങളുണ്ടെന്ന് കർത്താവിനോട് പറയുക. എന്തെങ്കിലും ഒരു കാര്യത്തെ പറഞ്ഞു തുടങ്ങി അതൊരു വഴക്കിൽ അവസാനിക്കുന്ന ചിലരെന്നെ കേൾക്കുന്നുണ്ട്. അങ്ങനെ കുടുംബങ്ങളിലുള്ള ചിലര് ഇന്നു മുതൽ നിങ്ങളുടെ വാക്കുകളൊന്നും നിർത്തിക്കുക. നിങ്ങൾ മക്കളോടായിരിക്കും നിങ്ങളുടെ ആവലാതികൾ പറയുന്നത്. പക്ഷെ ആർക്കും നമ്മുടെ ആവലാതി ഒന്നും കേൾക്കാൻ ഇപ്പൊ താല്പര്യമൊന്നും ഇല്ലെന്നേ. പക്ഷെ രണ്ട് നല്ല വാക്ക്, ഒന്നുമില്ലേലും കയ്യിലൊന്നും ഇല്ലേലും സാമ്പത്തികമായി ഇച്ചിരി കടഭാരമൊക്കെ ആണേലും ഇച്ചിരി ഞെരുക്കമൊക്കെ ആണേലും മക്കളോടും ഭർത്താവിനോടും അല്ലെങ്കിൽ ഭാര്യയോടും ഒക്കെ ഒന്ന് പറഞ്ഞില്ലെന്നേ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നേ. ഇന്ന് നമ്മൾ ഈ സാഹചര്യത്തിലാണെങ്കിൽ നാളെ ഈ സാഹചര്യത്തെ മാറ്റാൻ കർത്താവിന് കഴിയും. അല്ലെങ്കിൽ മക്കൾക്ക് ശമ്പളം കുറവാണെങ്കിൽ ഇത് തികയുന്നില്ലേ എന്ന് പറയാതെ തികയും. ഈ പൈസ കൊണ്ട് ഈ മാസം എനിക്ക് മിച്ചം വരാൻ കർത്താവ് തരും. ആ കിട്ടുന്നതിൽ നിന്ന് ഒരു പങ്ക് ദശാംശം ഒന്ന് എടുത്തു വെച്ചേ. നിങ്ങൾക്ക് 10,000 കിട്ടുന്നുള്ളായിരിക്കും, ഒരു 10 രൂപ ഒന്ന് ദശാംശം അല്ലെങ്കിൽ 100 രൂപ ഒന്ന് ദശാംശമായിട്ട് മാറ്റിവെച്ച് അത് കർത്താവിന്റെ വിലയ്ക്കൊന്ന് കൊടുത്തേന്നേ, അത്ഭുതം നടക്കുമെന്നേ. അതിനെ വർദ്ധിപ്പിക്കുക. കർത്താവിന്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ വർദ്ധിപ്പിച്ച് കർത്താവ് 100 മടങ്ങായി നിങ്ങളുടെ മടി തരാമെന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഇച്ചിരി സാമ്പത്തികത്തിൽ ഞെരുക്കങ്ങളൊക്കെ വന്നേക്കാം. അത് പറഞ്ഞുകൊണ്ടിരിക്കാതെ അങ്ങനെയാ ഇങ്ങനെയാണെന്ന് ഒത്തിരി പറയാൻ കാരണങ്ങളുണ്ട്. ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയായിരുന്നു. പക്ഷെ ആ ഉള്ളത് കൊണ്ട് ഒന്ന് തൃപ്തിയോടെ സന്തോഷത്തോടെ ഇന്ന് കർത്താവ് എനിക്ക് 100 രൂപ എന്റെ കൈ തന്നല്ലോ, ഇതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് ആ നിങ്ങളുടെ പേഴ്സ് കാലിയാകുമ്പോ കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന്. തൃപ്തി എന്ന് പറഞ്ഞപ്പം ഈ അഞ്ചപ്പത്തിന്റെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, എല്ലാവരും തൃപ്തരായി. തൃപ്തി ദൈവമക്കൾക്ക് മാത്രമേ തൃപ്തിയുള്ളൂ, അല്ലെ? അവർക്ക് അറിയാം അത് അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോഴും അത് മതി. പിന്നെ കർത്താവുണ്ട്. ആ ബോധ്യമാ തൃപ്തി എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ആർത്തി പിടിച്ച് തൃപ്തിയില്ലാതെ നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അത് പിശാച നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മൾ ഓർത്തോണം. ഏത് കാര്യത്തിൽ അമിതമായ ദുഃഖം, അമിതമായ എന്താണേലും ആർത്തി, അല്ലെങ്കിൽ പണത്തോടുള്ള ആർത്തി, എന്തിനോടെങ്കിലും അമിതമായ ഒരു ആർത്തി ഉണ്ടെങ്കിൽ അത്
കർത്താവിൽ നിന്നല്ല. കർത്താവിന് എല്ലാത്തിനും കർത്താവിനെല്ലാം തൃപ്തിയാണ് ഉള്ളത് കൊണ്ട് തൃപ്തിയോടെ കർത്താവെ നന്ദി, ഇന്ന് എന്നെ നടത്തിയല്ലോ, ഇന്ന് ആരോഗ്യം തന്നല്ലോ, ഇന്ന് എനിക്ക് കഴിക്കാനുള്ള ഇപ്പം 100 കൂട്ടം കറിയൊന്നും കാണത്തില്ല, എന്നാലും ഒരു 2-3 കൂട്ടം ഇല്ല കറി വെക്കാത്ത സംബന്ധി വെച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അപ്പം അതിലും കൂടുതൽ എന്നാണേലും എല്ലാവരുടെ വീട്ടിലുണ്ട്. അതിനായിട്ടൊന്നും നന്ദി ഒരു പച്ചമുളകയില് ഉണ്ടല്ലോ. അപ്പം അതിനായിട്ടൊന്നും നന്ദി പറഞ്ഞു കർത്താവെ നടത്തിയതിനായിട്ട്. കർത്താവെ നന്ദി, ഇന്നും എന്നെ അത്ഭുതകരമായി അതിശയകരമായി കർത്താവ് നടത്തുന്നല്ലോ, മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിക്കാതെ, അല്ലാതെ എപ്പോഴും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കാതെ. അവർക്ക് ഒരിക്കലും ജീവിതത്തിൽ വിടുതൽ കിട്ടത്തില്ല. എന്നും ഈ പരാതിയും ദുഃഖവും എനിക്ക് തികയുന്നില്ല, എനിക്ക് ഇല്ലേ എന്ന് ഓരോ പ്രാവശ്യം പറയും തോറും ഇല്ല എന്നുള്ള വാക്കിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഐ ഡോണ്ട് ഹാവ് എന്ന് പറയുമ്പം തന്നെ അതിന്റെ ശക്തിയാണ് വ്യാപരിക്കുന്നത്. ഇല്ല എന്ന് വാക്ക് എന്നെ പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് എന്റെ കർത്താവുണ്ട്, പിന്നെ നീ ഉണ്ടല്ലോ. പ്രീസ് നോക്കി 5 അപ്പം ഉണ്ട്, പിന്നെ നീ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ബ്രിങ് ജീസസ്, അവിടെ കർത്താവിനെ അങ്ങോട്ട് കൊണ്ടുവന്നേ, അതിന്റെ അകത്തോട്ട് കർത്താവിനെ പിടിച്ച് അങ്ങോട്ട് ഇട്ടേ. നിങ്ങളുടെ സാഹചര്യത്തിന്റെ അകത്തോട്ട് ഇല്ല എന്ന വാക്ക് പറയാതെ ആ സാഹചര്യത്തിന്റെ അകത്തോട്ട് കർത്താവിനെ ഒന്ന് പിടിച്ചിട്ടേ. ചിലരൊക്കെ പരാതി പറയുന്ന പിള്ളാരെ പഠിപ്പിച്ചു അല്ലെങ്കിൽ പിള്ളാരെ കെട്ടിച്ചു വിട്ടു, കയ്യിലിരുന്നത് മുഴുവനും കൊണ്ട് കെട്ടിച്ചു വിട്ടു, പഠിപ്പിച്ചു, അതെല്ലാം പരാതി പറഞ്ഞുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച ചില കാര്യങ്ങളാ. നിങ്ങൾക്ക് അന്ന് അങ്ങനെ അവരെ നിങ്ങളുടെ കയ്യിലിരുന്നത് മുഴുവൻ കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് അല്ലെങ്കിൽ പഠിപ്പിച്ച് അവരെ ഒരു നല്ല ഭാവി ആക്കി തീർക്കണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നിയത് കർത്താവാണ്. ആ കർത്താവ് അങ്ങനെ നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും കർത്താവ് കുറവ് വരത്തില്ലെന്ന് പരാതി പറയാതെ ഞാൻ ചെയ്തു. ചിലരെ മക്കള് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. നോക്ക്, ഞാൻ മക്കളോട് പറയാം, എന്നെ കേൾക്കുന്ന മക്കളോട് പറയാം, നിങ്ങളുടെ മാതാപിതാക്കളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നോക്കണം, അവരെ കരുതണം, അവരെ സ്നേഹിക്കണം, വല്ലപ്പോഴും അവർക്ക് കുറച്ച് പൈസ അയച്ചു കൊടുക്കണം. അപ്പൊ തന്നെ മാതാപിതാക്കളോട് ഞാൻ പറയാം, നിങ്ങൾ മക്കളിലോട്ട് നോക്കാതെ കർത്താവിലോട്ട് നോക്കിക്കേ. നിങ്ങളെ ഈ ദിവസം വരെ കുറച്ച് മച്യൂർ പേരൻസ് ആണ്, ചില പ്രായമായവരാ അല്ലെ, നിങ്ങളെ ഈ ദിവസം വരെ കർത്താവ് നടത്തിയെങ്കിൽ പിന്നെ നിങ്ങളുടെ മുമ്പിലുള്ള ദിവസങ്ങൾ കർത്താവ് നടത്താതിരിക്കുമോ? ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. പ്ലീസ്, ഒന്നിനോടുള്ള അമിത ആഗ്രഹങ്ങൾ ജീവിതത്തിൽ വരരുത്. അത് that's not from God. അത് കർത്താവിൽ നിന്നുള്ളതാണ്. ആരെയും നമ്മൾ പരാതിയും പരിവട്ടവും ഒന്നും പറയണ്ട, നമുക്കൊരു കർത്താവ് ഉണ്ടല്ലോ. ആ കർത്താവിനോടൊന്ന് പറഞ്ഞ കർത്താവെ ഇന്നെന്റെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ചെയ്യണം, അമിതമായ ചെലവുകൾ ഡോണ്ട് ഓവർ സ്പെൻഡ് കേട്ടോ. പ്രിയപ്പെട്ടവരോട് പറയാണ്, അമിതമായി ചുമ്മാ ചെലവാക്കരുത്. ഈ ചിലർക്കൊരു ഇതുണ്ട് ശ്രീന, അതിഭയങ്കരമായ ഷോപ്പിംഗ്, ചുമ്മാ അങ്ങ് പോയി നമുക്ക് വേണ്ടിയതും വേണ്ടാത്തതും എല്ലാം വാങ്ങിച്ചു കൂട്ടുന്ന അങ്ങനെ ഒരു സ്വഭാവം. നോക്കിയേ, നിങ്ങളെ കടത്തിലോട്ടാണ് കൊണ്ടുപോകുന്നത്, അറിയത്തില്ല, അവൻ മോഷ്ടിക്കുക, നിങ്ങളെ കവർന്നെടുക്കുക, കടത്തിലോട്ട് കൊണ്ടുപോകുക, അമിതമായ ഷോപ്പിംഗ്, വേണ്ടാത്ത കാര്യം പിന്നെയും മേടിച്ചു വെക്കുക, പിന്നെയും സാധനങ്ങൾ മേടിച്ചു വെക്കുക. അത് ദാറ്റ്സ് നോട്ട് ഫ്രം ഗോഡ്, ഇറ്റ്സ് ഫ്രം ഈവിൾ. നോക്കിക്കേ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ മോഷ്ടിക്കുക, ഡ്രെയിൻ ചെയ്യുക, അറിയാതെ നിങ്ങളെ കൊണ്ട് ഊറ്റി എടുക്കുക. അവിടെയൊക്കെ ബ്രേക്സ് ഇടണം. നമ്മൾ വേണ്ടിയതേ മേടിക്കാവുള്ളൂ, ആവശ്യമുള്ളതേ മേടിക്കുക. നമ്മള് സൂപ്പർ മാർക്കറ്റിലോട്ട് ചെന്ന ആ റാക്കിലെല്ലാം ഒത്തിരി സാധനങ്ങളുണ്ട്, പലതും നമ്മളെ ആകർഷിക്കുന്നുണ്ട്. നോക്കാം, രണ്ടെടുക്കാൻ തോന്നെടുത്താൽ മതിയല്ലേ, ആവശ്യത്തിനുള്ള എടുത്ത് അടുത്ത മാസം മേടിക്കാം, അടുത്ത മാസം മേടിക്കാം. അത് പിന്നെ നമ്മളെ ഏറ്റവും കളിപ്പിക്കുന്ന ഒരു സാധനം ഓഫേഴ്സ്. നോക്ക്, ഞാനൊരു കാര്യം പറയാം, ഒരു കച്ചവടക്കാരും നഷ്ടത്തിലൊന്നും വിൽക്കത്തില്ല. ഓഫർ എന്ന് പറയുന്നത് ഓൾറെഡി ദേ ആർ ഇൻ പ്രോഫിറ്റ്. ഈ 5 എണ്ണം എടുത്താൽ നിങ്ങൾക്ക് 5 എണ്ണം എടുത്താൽ അയ്യോ ഭയങ്കര ലാഭമായി പോയി, ഉടനെ നമ്മള് 5 എണ്ണം പെറുകി. ഡോണ്ട് ഗോ ഫോർ, നിങ്ങൾക്ക് 5 എണ്ണത്തിന്റെ ആവശ്യമുണ്ടോ നിങ്ങൾ മേടിച്ചോ.
5 ആവശ്യമില്ല, നിങ്ങൾ മേടിക്കരുത്. ഇത് ഇവിടെയൊക്കെ പിശാച് നമ്മൾ പോലും അറിയാതെ നമ്മളെ മോഷ്ടിച്ചുകൊണ്ട് അവസാനം പറയും, അയ്യോ എനിക്ക് തികയുന്നില്ല. നോക്ക്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ഷീന പറഞ്ഞില്ലേ, കുറച്ച് പൈസ ആണെങ്കിലും കൈ കിട്ടും, നിങ്ങൾ അതൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ച്, ആദ്യം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കുറച്ച് കൊടുത്തേ, കൈവച്ച് പ്രാർത്ഥിച്ച് അതിനെ കർത്താവ് വർദ്ധിപ്പിക്കുക. ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് 5 വർദ്ധിപ്പിക്കുന്നതാണ്. ഒന്നുമില്ലാത്ത നമ്മുടെ വാക്ക് നമ്മുടെ ഉണ്ട് പറയാൻ തുടങ്ങണം. ഇതിനോട് പറഞ്ഞ് പ്ലീസ് ഈ പൈസ ഇതിൽ നിന്ന് ഈ മാസം അവസാനമാകുമ്പോൾ എനിക്ക് കുറച്ച് മിച്ചവും കൂടെ അല്ലെ. അവർക്ക് എല്ലാവരും കൊടുത്ത് തിന്ന് തൃപ്തരായ ശേഷം 12 കൊട്ട എന്തുണ്ടായിരുന്നു, മിച്ചമുണ്ടായിരുന്നു അല്ലെ. അപ്പം ഇതെല്ലാ കാര്യം, എന്റെ എല്ലാ കാര്യങ്ങൾക്കും തികഞ്ഞിട്ട് ഇതിൽ നിന്ന് ഒരു മിച്ചവും കൂടെ ഐ വിൽ ജനറേറ്റ്, ഒരു മിച്ചം കൂടെ ഞാൻ ജനറേറ്റ് ചെയ്യുമെന്ന് പറയാൻ തുടങ്ങി. ആദ്യം തന്നെ ആ കൈ വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ. നിങ്ങളുടെ കയ്യിൽ, ഞാൻ ദൈവമക്കളോട് പറയാം, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഓരോ പൈസയും ഇറ്റ് വിൽ ബി എ ബ്ലെസ്സഡ് മണി. അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു പണമായിരിക്കും. നിങ്ങൾ നോക്കി എന്റെ കയ്യിലിരിക്കുന്ന പണം, അയ്യോ ഇത്രയേ ഉള്ളു, നമുക്ക് ദുഃഖം, അയ്യോ ഇത്രയേ ഉള്ളു, ഇത്രയും വെച്ച് ഞാൻ എന്നാ ചെയ്യും. പ്രൈസ് നോക്ക്, ഇത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ നല്ല കാര്യങ്ങൾക്കും കൊടുത്ത്, നിങ്ങളുടെ ആവശ്യങ്ങളിൽ കൊടുത്ത് ഒരു അതാ നമ്മുടെ കർത്താവ്. നോക്കി, അവൻ ചെറുതായിട്ടെല്ലാം, എവറിത്തിങ് ഈസ് എ സ്മോൾ ബിഗിനിങ്. അല്ലാതെ എല്ലാം അങ്ങ് ഭയങ്കരമായ തുടക്കങ്ങളല്ല, എല്ലാം ചെറിയ. ഞാൻ ഐ ബിലീവ് ഇൻ സ്മോൾ ബിഗിനിങ്. ചെറിയ തുടക്കങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അല്ലെ. ഒരു മീന്റെ വായിൽ ചതുരദ്രഹ്മ പണം കർത്താവ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ എന്റെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. പ്ലീസ്, നിങ്ങളുടെ വാക്കാണ് എല്ലാ കാര്യങ്ങളും. എവറിത്തിങ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ യുവർ വേർഡ്. നിങ്ങളുടെ വാക്കാണ് എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആ വാക്ക് വിളിച്ചു പറയാൻ തുടങ്ങിക്കോ. നോക്കിയാൽ അങ്ങനെയല്ലായിരുന്നു ഷീന, ആദിയിലും അങ്ങനെയല്ലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം മുതലൊന്ന് വായിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. എല്ലാ ഇരുളും പാഴും ശൂന്യവും എല്ലാമായി കിടക്കുമായിരുന്നു. പക്ഷെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് അവിടെ നിന്ന് ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ അവിടെ വെളിച്ചം ഉണ്ടായി. നിങ്ങളുടെ ഭവനത്തിലും എല്ലാം തകർന്ന അവസ്ഥയിലാണെങ്കിലും, ചിലരൊക്കെ വീടിന്റെ പണി പൂർത്തീകരിക്കാതെ കിടക്കുന്ന കർത്താവിനെ കാണിക്കുക. നിങ്ങൾ പറയണ ഇത് പൂർത്തീകരിക്കുക. ഇത് 2025 കർത്താവ് ഇത് പൂർത്തീകരിക്കുമെന്ന് നിങ്ങൾ ആ ഭവനത്തെ നോക്കി വിളിച്ചു പറഞ്ഞാൽ അത്ഭുതം നടക്കും. അതുപോലെ തന്നെ മക്കളുടെ കല്യാണം നടക്കാതിരിക്കുന്ന 2 വിഷയങ്ങളാണ് കർത്താവിനോട് പറഞ്ഞു. അങ്ങനെ തന്നെ ഇരിക്കും. അയ്യോ ഇവൾക്ക് കല്യാണം ആവുന്നില്ല, ഇവന് പെണ്ണിനെ കിട്ടുന്നില്ല, അയ്യോ എന്തോ ചെയ്യും. വിശ്വാസികളാണെങ്കിൽ പറയാ, ഓ ഇവിടെ ഒന്നുമില്ല, അവിടെ ഒന്നുമില്ല, എനിക്ക് മാത്രമില്ല, എന്റെ കാര്യമാണ്. അങ്ങനെ പറയാതെ നിങ്ങൾക്കുള്ള ആ മകനെ കർത്താവ് ഒരുക്കിയിട്ടുണ്ടെന്നേ നിങ്ങളൊന്ന് വിശ്വസിച്ച് വിളിച്ചു പറഞ്ഞേ, എനിക്കുള്ള മോള് വരുന്നുണ്ട്, എനിക്കുള്ള മോൻ വരുന്നുണ്ട്, എന്റെ മക്കൾക്കുള്ള മോൻ വരുന്നുണ്ട്, മോൾക്കുള്ള മോൻ വരുന്നുണ്ട്. തോമസ് ബ്രദർ എപ്പോഴും പറയും, നിങ്ങളുടെ മോളെ കെട്ടാൻ പോകുന്ന ചെറുക്കന്റെ കല്യാണവും കഴിഞ്ഞിട്ടില്ല. അത്ഭുതമാണെന്നേ. നിങ്ങൾ വിളിച്ചു പറഞ്ഞേ, വരുക. വയസ്സ് കൂടിപ്പോകും. നിങ്ങൾ പറഞ്ഞ് അത് കൂടുന്നത്. നിങ്ങളൊന്നും പറഞ്ഞു ഇല്ലെന്നേ, കർത്താവ് അത്ഭുതം ചെയ്യുവന്നേ. ഈ വർഷം തന്നെ ഒരു ഡെഡ് ലൈൻ അങ്ങോട്ട് വരച്ചു വെച്ചു. നിങ്ങളുടെ ബൈബിളിനകത്ത് ഒരു കടലാസയിൽ എഴുതി അങ്ങോട്ട് വെച്ച് ഒരു ഡേറ്റ് എഴുതി വെച്ച്, ഈ ഡേറ്റിന് മുമ്പ് എന്റെ കുഞ്ഞിന്റെ കല്യാണം നടന്നിരിക്കും. ഭയങ്കര ഒരു മിറക്കൽ അത് ഈ കല്യാണക്കുറി വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്. ഞങ്ങൾ ആ കോവിഡിന്റെ സമയം, അപ്പൊ ചിപ്പിയുടെ കല്യാണമൊക്കെ ഏകദേശം ഒന്ന് ഫിക്സായി. അപ്പൊ നമുക്ക് ഒരു കല്യാണക്കുറി ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഞാനും ഷീനായും കൂടെ ഒരു കടയിൽ പോയി. അപ്പൊ ആ കടയിൽ ദൃശ്യ സ്റ്റുഡിയോയിലാണ് പോയി. ആ ദൃശ്യ സ്റ്റുഡിയോയിൽ പോയി ഒരു കല്യാണക്കുറി ചിപ്പിക്ക് വേണ്ടി വാങ്ങിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് 2 കല്യാണക്കുറി ഒരുപോലെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വാങ്ങിച്ചതായി കല്യാണക്കുറി പ്രാർത്ഥിക്കാൻ. കാരണം നോക്ക്, എല്ലാം ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ, ഒക്കെ കാര്യങ്ങളൊക്കെ ശരിയായി വരുന്നതേ ഉള്ളൂ. അപ്പൊ ഒരു വാക്ക് പറഞ്ഞെല്ലാം ഫിക്സ് ചെയ്തിരിക്കും. അപ്പൊ ഈ കല്യാണക്കുറി വാങ്ങിച്ചു. അപ്പൊ എനിക്ക് ഒരു കല്യാണക്കുറിയും കൂടി ഇഷ്ടപ്പെട്ടു. എന്നാ ഇതും ഇരിക്കട്ടെ, ചിന്നുവിനെന്ന് പറഞ്ഞ് ഇത് നമുക്ക് മേടിച്ചു വെച്ച് 2 പേരുടെയും കല്യാണം ഒറ്റ ആഴ്ച ഗ്യാപ്പിൽ നടന്നു.
കർത്താവിന് വിശ്വാസത്തിന്റെ ചില വാക്കുകളും ചില സ്റ്റെപ്പുകളും ഇല്ലാത്തതിനെ ഉളവാക്കുന്നതാണ് കേട്ടോ. ഷീന ഇന്ന് വായിച്ച പോലെ അതുപോലെ എപ്പോഴും ഇവിടെ കുമ്പനാട്ട് ഒരു ഓഡിറ്റോറിയം പണിതപ്പോഴത്തേക്കും അതുവഴി പോകുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ഈ പുതിയ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരിക്കണം നമ്മുടെ പിള്ളേരുടെ കല്യാണം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അത് നടന്നു. എൻഗേജ്മെന്റും കല്യാണവും ചിന്നുവിന്റെ എൻഗേജ്മെന്റും കല്യാണം അവിടെ വെച്ച് തന്നെ നടന്നു. അപ്പൊ നമുക്ക് വേണ്ടിയത് നമ്മൾ വിളിച്ചു പറയുന്നത്. ഇവിടെ എല്ലാം ഇരുളും ശൂന്യവും പാഴുമായിട്ട് കിടന്നിടത്ത് കർത്താവ് ഒറ്റ വാക്യം പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഭവനത്തെ നോക്കി, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി നിങ്ങൾ വിളിച്ചു പറയണം, വെളിച്ചം ഉണ്ടാകട്ടെ, ഇരുൾ മാറിപ്പോട്ടെ, അത്ഭുതം നടക്കട്ടെ, കല്യാണം നടക്കട്ടെ, വീടിന്റെ പണി പൂർത്തീകരിക്കട്ടെ, വിസ വരട്ടെ, അത്ഭുതം നടക്കട്ടെ. ഇപ്പോഴത്തെ ഇതൊന്നും നമ്മൾ നോക്കണ്ട, നമ്മൾ പറഞ്ഞോളൂ. ഇപ്പം നിയമം മാറി, നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിയമം മാറുന്നത്. അത് വേണം. ആ നിയമത്തിലുണ്ടാകുന്ന മാറ്റം നമുക്ക് അനുകൂലമായിട്ട് എടുക്കാൻ നമ്മൾ പഠിക്കണം. അല്ലാതെ നിയമമല്ല ഇപ്പൊ എതിരായി, ഇനിയും രക്ഷയില്ല, ഇനിയെല്ലാം ഉണ്ടെന്ന്, ഇനിയും രക്ഷയുണ്ട് എപ്പോഴും പറയുന്ന വാക്കാണ്. കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ ഇടയിലും എന്റെ കർത്താവ് വഴി ഒരുക്കിയിട്ടുണ്ട്. ഹി വിൽ പ്രിപ്പയർ എ വേ ഫോർ യു വെർ ദർ ഇസ് നോ വേ. അതിന്റെ വഴിയില്ലാത്ത സ്ഥാനത്ത് എന്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴി ഉറക്കും, അത്ഭുതം ചെയ്യും. അതുകൊണ്ട് വേണ്ടിയത് നിങ്ങൾ വിളിച്ചു പറയണം. നിങ്ങൾക്ക് എന്താ വേണ്ടിയത്, നിങ്ങളുടെ ആഗ്രഹം എന്താ, അത് വിളിച്ചു പറയാം. നമ്മൾ മറ്റുള്ളവരോട് പരാതി പറഞ്ഞ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് എനിക്ക് അങ്ങനെയാ നിങ്ങളുടെ കയ്യിൽ നിന്ന് തരുമെന്നാ ഞാൻ കിട്ടിയ വിചാരിച്ച, എന്നിട്ട് എനിക്ക് ഇപ്പൊ ഒന്നെങ്കിൽ അതൊന്നും പറയേണ്ടത്. കർത്താവിനെ നോക്കി നമ്മുടെ ആഗ്രഹം കർത്താവിനോട് പറയുമ്പോ കർത്താവ് അത്ഭുതം ചെയ്യുമെന്നേ. നിങ്ങളുടെ ഭവനത്തെ നോക്കി അനുഗ്രഹിക്കപ്പെട്ട ഭവനമാണെന്നൊന്ന് പറഞ്ഞ്, ഞങ്ങളുടെ അയൽപക്കംകാരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടെന്ന് പറഞ്ഞ് അത്ഭുതം നടക്കും. നിങ്ങൾക്കൊന്നും പറഞ്ഞു ചിലര് വന്ന് ഞങ്ങളോട് പറയും, ഞങ്ങളുടെ അയൽവക്കം ഒന്നും ശരിയല്ല. ഞാൻ അവരോട് പറയും, നിങ്ങളൊന്ന് ശരിയായാൽ മതി. അയൽവക്കംകാർ ശരിയാകാൻ നിങ്ങൾ നോക്കണ്ട, നിങ്ങളൊന്ന് ശരിയായെന്ന് തുടങ്ങി നിങ്ങളുടെ ചുറ്റുപാടുള്ള ഭവനങ്ങൾ അതിനൊക്കെ നോക്കി. നമ്മുടെ സറൗണ്ടിങ്സിനെ പോലും നമ്മുടെ വാക്കുകൾ വെച്ച് ചേഞ്ച് ചെയ്യാം, അന്തരീക്ഷത്തെ പോലും ചേഞ്ച് ചെയ്യാം. രാവിലെ എഴുന്നേറ്റിട്ട് പറയാം, ഇന്നൊരു സുഖവും ഇല്ല, ഒരു സുഖവും ഇല്ല എന്ന് പറയുന്നതിന് പകരം ഇന്ന് ഭയങ്കര ദിവസം, ഇത് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ തന്നിരിക്കുകയാണ്, ഇന്ന് ഞാൻ സന്തോഷിക്കും. 100,000 വിഷയമായിരിക്കും, പക്ഷെ പറയണം ഇന്ന് ഞാൻ സന്തോഷിക്കുമെന്ന് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അസാധാരണ വിഷയങ്ങൾ ഓടും, വാലി ചുരുട്ടി ഓടും. ഇതിന്റെ വിഷയങ്ങൾ നോക്ക്, നമുക്ക് ഭയങ്കര ടഫാന്ന് പോകുന്ന കാര്യങ്ങൾ പോലും വളരെ ഈസിയാക്കി, ഹാൻഡിയാക്കി എന്റെ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ കർത്താവ് കൊണ്ടുവന്ന് വെച്ചു തരും. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇവിടെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നോക്ക്, അവിടെ വെളിച്ചമുണ്ടായി. എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് തന്റെ വായിൽ നിന്നും പുറപ്പെട്ട ഒരൊറ്റ വാക്കാണ്. യുവർ വേർഡ് ക്യാൻ ക്രിയേറ്റ് വേൾഡ്സ്. നിങ്ങളുടെ വാക്കുകൾക്ക് ലോകങ്ങളെ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. ഭയങ്കര ജനറേറ്റിംഗ് പവറാണ് കർത്താവ് നിങ്ങളുടെ നാവിന്മേൽ തന്നിരിക്കുന്നത്. ശിശുക്കളുടെയും മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും വായിലവൻ ബലം നിയമിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുകയാണ്. നിങ്ങളുടെ വായിൽ എന്റെ കർത്താവ് ബലം നിയമിച്ചിരിക്കുകയാണ്. കോട്ടകളെ ഇടിക്കാനുള്ള ബലം. എത്ര വലിയ പ്രതികൂലങ്ങളാണെങ്കിലും, എത്ര വലിയ സാഹചര്യങ്ങൾ എത്ര വലിപ്പത്തിൽ നിന്നാലും അതിനെ ഇടിച്ചു കളയാനുള്ള ബലം കർത്താവ് പറഞ്ഞ വാക്കാണ്. ആരെങ്കിലും ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ജസ്റ്റ് ബിലീവ്, എന്ത് സംഭവിക്കണമെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, അതങ്ങ് ആ മലയോട് നീങ്ങി കടലിൽ ചാടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ടു ഗോ. അത് പോയേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ സാഹചര്യം പോയേ പറ്റത്തുള്ളൂ. നോക്ക്, ഉൽപ്പത്തി പുസ്തകത്തിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. 4-ാം ദിവസമാണ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ദൈവം സൃഷ്ടിക്കുന്ന 4-ാം ദിവസം. ചിലർ പറയുന്നത് എനിക്ക് സോഴ്സ് ഇല്ല. അപ്പൊ എങ്ങനെയാണെന്നാണ് നോക്കിയ, സോഴ്സ് ഇല്ലായിരുന്നു അല്ലെ? നമുക്ക് സണ്ണാണ്, ഇറ്റ് ഇസ് എ ലൈറ്റ് ഗിവിംഗ് സോഴ്സ് അല്ലെ? ചന്ദ്രനാണ് രാത്രി വെളിച്ചം തരുന്ന സോഴ്സ്, ചന്ദ്രനാണ്. സോഴ്സ് ഇല്ലായിരുന്നു, പക്ഷേ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു ഒരൊറ്റ. അപ്പൊ ചിലരുടെ ചോദ്യം, അത് ദൈവം അല്ലേ പറഞ്ഞത്?
താഴോട്ട് വായിക്കണം. ഉൽപ്പത്തി പുസ്തകം താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, അവൻ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. നിങ്ങളെ കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല. നിങ്ങൾ എന്ത് വിചാരിച്ചാലും സാധിക്കും. അവന്റെ സാദൃശ്യത, അവൻ ഇരിക്കുന്നത് പോലെ ഇരിക്കാൻ, അവൻ കർത്താവ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നോ അതേ ലെവലിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനാണ് എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. റെക്കഗ്നൈസ് യുവർ അതോറിറ്റി. നിങ്ങളുടെ അധികാരം ഒന്ന് തിരിച്ചറിഞ്ഞ് ഞാനൊരു ദൈവമക്കളോട് പറയാം, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഒരിക്കലും പിന്നെ നിങ്ങൾ ഭയത്തിൽ ജീവിക്കത്തില്ല. നിങ്ങളുടെ വാക്കുകൾ സകലതിനെയും സൃഷ്ടിക്കാനുള്ള, സകലതിനെയും നിങ്ങളുടെ എതിരെ നിൽക്കുന്ന എന്ത് വിഷയമാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഒരു വാക്ക് ഒന്ന് കൽപ്പിച്ചാൽ മതി, നോക്ക് അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. നോക്കി ഈ പഴയ നിയമത്തെ നിങ്ങൾ നോക്കിയോ, ദാവീദ് ആ ഗോലിയാത്തിന്റെ മുമ്പിൽ ദാവീദ് നിൽക്കുമ്പോൾ ഹി വാസ് എ ടോൾ പേഴ്സൺ, ഹി വാസ് എ സ്ട്രോങ് പേഴ്സൺ. ദാവീദിന്റെ കാര്യമല്ല, ഗോലിയാത്തിന്റെ കാര്യമാണ്. ഹി വാസ് വെരി ടോൾ ആൻഡ് ഹി വാസ് വെരി സ്ട്രോങ്. എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ്. നോക്ക്, സൈന്യങ്ങളും രാജാക്കന്മാരും ഒക്കെ നോക്കി നിൽക്കുക, എന്താ ചെയ്യണമെന്ന് അറിയാതെ നോക്കി നിൽക്കുക. പക്ഷേ അവിടെ ദാവീദ് പറയുകയാണ്, ദാവീദ് പറയുന്ന വാക്ക് നോക്ക്, ഇസ്രയേലിന് ഒരു ദൈവമുണ്ടെന്ന് അറിയത്തില്ലേ? ഹൂ ഇസ് ദിസ് അൺസർക്കംസൈസ്ഡ് ഫിലിസ്ത്യൻ? ഈ ഫിലിസ്ത്യൻ ആരാണെന്ന് വെല്ലുവിളിച്ച് ചോദിക്കുക. ഇസ്രയേലിന് ഒരു ദൈവമുണ്ട്, ഞാൻ ഇന്ന് ഇവന്റെ തല വെട്ടിയെടുക്കും, ഞാൻ ഇവനെ വീഴിക്കും. ഐ വിൽ ഫൈറ്റ് ദിസ് ഗോലിയാത്ത്, അല്ലെ? ഐ വിൽ ഫൈറ്റ് ഹിം. ഞാൻ അവനോട് യുദ്ധം ചെയ്യും, ഞാൻ അവനെ പരാജയപ്പെടുത്തും. ഞാൻ പരാജയപ്പെടുത്തുന്നതിന് മുമ്പേ ഫസ്റ്റ് തിങ് ഹി ഡിക്ലെയർഡ് ദ വേർഡ്. നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഇഷ്യൂസ് ആണോ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നത്, അതോ കർത്താവിന്റെ വചനമാണോ? നിങ്ങൾ എന്ത് വിശ്വസിക്കുക? നമ്മുടെ ഫിയർ നമുക്ക് വിളിച്ചു പറയാം. നോക്ക്, നമ്മുടെ ആകുലത നമുക്ക് വിളിച്ചു പറയാം. ആകുലത വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ എന്താണോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ തന്നെ അന്തരീക്ഷം മാറും, നിങ്ങളുടെ ചുറ്റുപാടുകൾ മാറും, നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ. ഇല്ല, ഇനി 3 ദിവസം. ഞാൻ പണ്ട് ആദ്യകാലത്തൊക്കെ UK പോകുമ്പോൾ അവിടെ 24 മണിക്കൂറിനകം രാജ്യം വിട്ടുപോകണമെന്ന് പറഞ്ഞിരിക്കുന്ന ചില സഹോദരങ്ങളുണ്ട്. ഞാനൊന്ന് അവരോട് പറയാം, നിങ്ങൾ ഈ രാജ്യം വിട്ടുപോകത്തില്ല. ഞാൻ സാജു ബ്രദറും സുനിത സഹോദരിയും ബോസ്റ്റണിൽ തന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. അവരോട് പറയും, നിങ്ങൾ ഈ രാജ്യം 24 മണിക്കൂറോ നിങ്ങൾ ഈ രാജ്യം വിട്ടുപോകത്തില്ല. നിങ്ങൾ എവിടുന്ന് വിട്ടുപോകുന്നോ അവിടെ. ഇന്ന് നോക്കിയ കുഞ്ഞുങ്ങളൊക്കെ മെഡിസിൻ പഠിക്കുക, അവരുടെ കുഞ്ഞുങ്ങളൊക്കെ അതേ രാജ്യത്ത് മെഡിസിൻ പഠിക്കുക. രാജ്യം വിട്ടുപോയില്ല എന്നുള്ളതല്ല, ഇന്ന് അവരവിടെ സിറ്റിസൺസ് ആണ്. ഗോഡ് ഹാസ് വേസ്. കർത്താവിന് വഴിയുണ്ട്. നിങ്ങളൊന്ന് ആൻഡ് ഡിക്ലെയർ ഇറ്റ്. വിളിച്ചതെന്ന് പറഞ്ഞ് യുവർ വേർഡ്സ് can create worlds. ലോകത്തെ സൃഷ്ടിക്കാൻ നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയാണ്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം പറയുന്ന ആദിയിൽ വചനമുണ്ട്. എനിക്ക് ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായവും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായവും എന്റെ ഭയങ്കര പ്രിയപ്പെട്ട 2 അധ്യായങ്ങളാണ്. അവിടെ ആദിയിൽ ദൈവം എന്ന് നോക്കിയ ലോകത്തിന് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ജെനിസിസ് 1-ൽ ഇൻട്രൊഡ്യൂസിങ് ഗോഡ്. നോക്കിയേ, ദൈവത്തെ ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. എന്നാൽ യോഹന്നാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ദ വേർഡ്. ഒന്ന് വായിക്കാം അശ്വിന. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സകലതും അവൻ മുഖാന്തരമുള്ള. അപ്പൊ ആരാ എല്ലാം സൃഷ്ടിച്ചേ? ആ വചനം വായിൽ, ദൈവത്തിന്റെ വായിൽ, ദൈവത്തിന്റെ ഉള്ളിൽ ഇരുന്ന, ദൈവത്തോട് കൂടെയായിരുന്ന വചനമാണ് എല്ലാം സൃഷ്ടിച്ചത്. താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, വചനം ജഡം ആയി തീർന്നു. ദ വേർഡ് ബിക്കെയിം ഫ്ലെഷ്. കൈയും കാലും, വാക്ക്, കർത്താവിന്റെ അകത്തിരുന്ന ആ വാക്ക് എന്ത് ചെയ്തു? ജഡമായി തീർന്നു. ആ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നോക്കിക്കേ, ദൈവം ആരാണെന്ന് മനുഷ്യർക്ക് കാണിച്ചു കൊടുത്തു. ഗോഡ് മാനിഫെസ്റ്റഡ് ഹിംസെൽഫ് ശരീരത്തിൽ. ഇത് ഷിനായ എനിക്ക് തൊടാം, എനിക്ക് കാണാൻ സാധിക്കും, എനിക്ക് കേൾക്കാൻ സാധിക്കും. ആ കാണാവുന്നതും കേൾക്കാവുന്നതും തൊടാവുന്നതുമായ നിലയിൽ എന്റെ കർത്താവ് എന്റെയും നിങ്ങളുടെയും അടുത്ത് സ്വർഗം വിട്ട് ഇറങ്ങി വന്നു. ദൈവമായിട്ടല്ല വന്നത്, മനുഷ്യനായിട്ട് കർത്താവ് ഇറങ്ങി വന്നു. ഗോഡ് ബിക്കെയിം മാൻ. കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് കർത്താവ് എല്ലാം എന്ത് ചെയ്യാണ്? വിളിച്ചു പറയുകയാണ്. സകലതിനോ തനിക്ക് എന്തൊക്കെ വേണോ അത് കർത്താവ്
വിളിച്ചു, എന്ത് കാണാൻ ആഗ്രഹിക്കുന്നതോ അത് വിളിച്ചു പറയാൻ കർത്താവ് തുടങ്ങി. നോക്ക് പുരുഷാരത്തെ കാണുമ്പോൾ നോക്ക് രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയാണ്, ദൈവരാജ്യത്തെ കുറിച്ച് അറിയിക്കുകയാണ്. അതിനുശേഷം അവിടെ മാനിഫെസ്റ്റ് ദൈവരാജ്യത്തിന്റെ ശക്തിയെ എന്റെ കർത്താവ് വെളിപ്പെടുത്തിയ കൊടുങ്കാറ്റുകളോട് പറയുകയാണ്, അടങ്ങുക. ഒരു വാക്ക് പറഞ്ഞു, ഹി സ്പോക്ക്. അവൻ പറഞ്ഞു, കിടക്ക എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു. പക്ഷപാതക്കാരനോട് പക്ഷപാതക്കാരനോട് കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഹി സെഡ്. നോക്ക്, അത്തിയോട് എന്ത് ചെയ്തു? പറഞ്ഞു. പിറ്റേ ദിവസം അത്തിയോട് പറഞ്ഞു, വല്ല നടക്കുവോ എന്നല്ല നോക്കിയേ. പിറ്റേ ദിവസം ശിഷ്യന്മാരെ നോക്കിയുള്ളൂ. യേശു അത്തിയൊന്നും നോക്കിയില്ല. ഹി വാസ് ഷുവർ അബൌട്ട് ഇറ്റ്, സർട്ടൻ അബൌട്ട് ഇറ്റ്. യേശു പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെയാണ് ഞാൻ നിങ്ങളെയും അയക്കുന്നത്. നിങ്ങൾ സാധാരണക്കാരൻ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പറയാൻ തുടങ്ങണം. നിങ്ങളുടെ വാക്കുകൾക്ക് അതിശക്തമായ പവറാകട്ടോ. നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടുന്ന വാക്കിന് അതിശക്തമായ പവർ. ചിലപ്പം ഈ ചിലരെ ചോദിക്കുന്ന, ബ്രദറെ കഴിഞ്ഞ ആഴ്ച ഈ വിടുതൽ സൗഖ്യം കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് സൗഖ്യം കിട്ടിയില്ല. സ്പീക്ക് ഇറ്റ് ഔട്ട്. അതൊന്ന് വിളിച്ചു പറഞ്ഞേ. ഞാൻ പറഞ്ഞിട്ട് സംഭവിച്ചിട്ടില്ല, എന്നാ ചെയ്യണം? പിന്നെ പറയണം. കാണുന്നിടം വരെ. ഞാൻ എന്നെ കേൾക്കുന്ന സഹോദരന്മാരോട് വരെ കാണുന്ന ഈ ചിലർ പറയും അത് പിന്നെ പ്രാർത്ഥിക്കുന്നത് അവിശ്വാസം. ഒന്നുമല്ല കേട്ടോ. പിന്നെ പ്രാർത്ഥിക്കുന്നത് അവിശ്വാസം ഒന്നുമല്ല. പിന്നെ കാണുന്നിടം വരെ പ്രഖ്യാപിച്ചേ. യേശു അങ്ങനെയാണെങ്കിൽ യേശു അവിശ്വാസിയായിരുന്നു. കാരണം ഗത്സമനയിൽ ഒരേ കാര്യം ചൊല്ലി 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിരിക്കുകയാണ്. അത് അനുഭവിക്കുന്നിടം വരെ. പെട്ടെന്ന് സ്വർഗം തുറന്ന ഒരു ദൂതൻ തന്റെ മേൽ ഇറങ്ങി വന്നു. അത് അനുഭവിക്കുന്ന ആ സാന്നിധ്യം, ആ ശക്തി, he became weak. അല്ലേ? നമ്മുടെ ഹൃദയത്തിൽ ഒരു സമാധാനം കിട്ടുന്നിടം വരെ. കറക്റ്റ് കാര്യമാണ്. പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി തരുമെന്ന് കർത്താവിൽ വിശ്വസിച്ച് ഒരു ഉറപ്പുണ്ടെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കണ്ട, കർത്താവ് അത് തരും. ആ ഉറപ്പ് വേണം നമ്മുടെ. അതുവരെ ആ ഉറപ്പ് കിട്ടുന്നിടം വരെ നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്ക് ആ പീസാണ്. അതൊക്കെ ഈ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നോ അത് പറയണം. യു ഹാവ് ടു സേ ഇറ്റ്. നിങ്ങളുടെ വീട്ടിൽ അത് പറയാൻ തുടങ്ങണം. യേശു ലാസറിന്റെ കല്ലറയ്ക്കലോട്ട് പോവുക. ലാസറിന്റെ കല്ലറയ്ക്കലോട്ട് പോകുന്നതിന് മുമ്പേ കർത്താവ് മാർത്തയും മറിയം കണ്ടപ്പോ പറഞ്ഞത് ഉയർപ്പിക്കാൻ പോവുക. ഐ ആം ദ ലൈഫ് ആൻഡ് ദ റിസറക്ഷൻ. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാണെന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞു. അവിടെ ചെല്ലുന്നതിന് മുമ്പേ കല്ലറ അത് കഴിഞ്ഞ കർത്താവ് ചോദിച്ചേ, എവിടെയാ വെച്ചിരിക്കുന്നത്? നമ്മളെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞേ. എനിക്ക് ഈ എവിടെയാ അവനെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ച വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കർത്താവ് ചോദിക്കുന്ന ചോദ്യം എന്നാണെന്നറിയോ? എവിടെയാ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയത്? അതാണോ അവിടെ എന്നെ കൊണ്ടുപോകും. തീർന്നു എന്ന് പറഞ്ഞ് മരിച്ച് നാറ്റം വെച്ച് 4 ദിവസം ആയെന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഇരിക്കുന്ന സ്ഥലമില്ല. അവിടെ എന്നെ കൊണ്ടുപോകും. നിങ്ങളുടെ ഓഫീസാണോ തകർന്നിരിക്കുന്നത്? സാമ്പത്തികമാണോ തകർന്നിരിക്കുന്നത്? കുടുംബജീവിതമാണോ തകർന്നിരിക്കുന്നത്? നിങ്ങളുടെ കുഞ്ഞുങ്ങളാണോ ജീവിതത്തിൽ പരാജയത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്? യേശു പറയേ, അവിടെ എന്നെ കൊണ്ടുപോകും. ടേക്ക് മീ ദർ. ഞാൻ തന്നെ. യേശു അതിനു മുമ്പേ തന്നെ പറഞ്ഞു, ഞാൻ തന്നെയാണ് പുനരുദ്ധാനവും ജീവൻ. ആൻഡ് ദ ലൈഫ്. ഡോണ്ട് സ്പീക്ക് യുവർ ഡിഫിക്കൽറ്റി. നിങ്ങളുടെ ഹാർഡ് കാര്യങ്ങളല്ല. സ്പീക്ക് യുവർ ഡെസ്റ്റിനി. നിങ്ങളുടെ സാഹചര്യങ്ങളല്ല വിളിച്ചു. നമുക്ക് സാഹചര്യങ്ങൾ പറയാൻ എളുപ്പം. ഇനിയോ ഇത്ര പൈസ വേണം, അല്ലെങ്കിൽ ഇത്രയും മാർക്കില്ലാതെ ഇനി അഡ്മിഷൻ കിട്ടത്തില്ല, ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ എവിടെ പോകും, ഈ സാഹചര്യങ്ങളൊക്കെ പറയാം. യേശു പറഞ്ഞ വാക്കുണ്ട്, ഞാനൊരു വാതിൽ തുറന്നാൽ അതാരും അടയ്ക്കത്തില്ല. നോ മാൻ ക്യാൻ ക്ലോസ്. ചിലരൊക്കെ പറയുന്ന ആരൊക്കെയോ എന്റെ എതിരെ നിൽക്കുകയാണ്. ഡോണ്ട് സ്പീക്ക് യുവർ ഫെയിലിയേഴ്സ്. ഡോണ്ട് സ്പീക്ക് യുവർ ഓപ്പോസിഷൻ. സ്പീക്ക് യുവർ സക്സസ്. നിങ്ങളുടെ ജയം ഒന്ന് വിളിച്ചു പറഞ്ഞു. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കണം. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയാനാണ് പറഞ്ഞിരിക്കുക. സ്പീക്ക് ഇറ്റ് ഔട്ട്. വിളിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് കാണാനാകും? നിങ്ങളുടെ വീട് എന്ത് കാണാൻ? ആർ യു സ്പീക്കിംഗ് ഫിയർ ഓർ ആർ യു സ്പീക്കിംഗ് ഫെയ്ത്ത്? ഫിയർ ആണോ വിളിച്ചു പറയുന്നത്? ആകുലതകളാണോ എപ്പോഴും
ഇല്ല ഇല്ല ഇല്ല. നമ്മള് പ്രാരംഭത്തിൽ പറഞ്ഞ പോലെ ഇല്ല 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 ഇല്ല. ഉണ്ട് 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 ഉണ്ട്. ഇത് മതി, ഇത് തികയും. ആമേൻ. നോക്ക്, നിങ്ങൾക്ക് യു ക്യാൻ ചേഞ്ച് യുവർ ഡെസ്റ്റിനി. ആമേൻ. നാവിനെ കുറിച്ച് യാക്കോബ് പറയുകയാണ്, നാവ് ഒരു ചെറിയ അവയവമാണെങ്കിലും തീ തന്നെയാണ്. ഒരു വലിയ കപ്പലിനെ പോലും തിരിക്കാൻ അതിന്റെ ചുക്കാന് കഴിവുണ്ടെങ്കിൽ, ചുക്കാൻ വളരെ ചെറിയ സാധനം, അതിന് ഇത്ര വലിയൊരു കപ്പലിനെ തിരിക്കാൻ അതിന് കഴിവുണ്ടെങ്കിൽ, അതുപോലെ തന്നെയാണ് നാവ്. തീ പിടിപ്പിക്കാനും പറ്റും, ഒരു നാവ് കൊണ്ട് സൃഷ്ടിച്ചെടുക്കാനും പറ്റും. ഒറ്റ വാക്ക് മതി ഒരിടത്ത് വലിയ വിഷയം ഉണ്ടാക്കാൻ. പറയേണ്ടത് പറയാനും, കർത്താവിനോട് പ്രാർത്ഥിക്കണം കേട്ടോ. പറയേണ്ടത് പറയാനും, പറയേണ്ടാത്ത പറയാതിരിക്കാനും കർത്താവ് കൃപ തരണം. ഞാൻ പലപ്പോഴും ഈ ലൈവിൽ ഇരിക്കുമ്പോഴും, ഞാൻ സഭായോഗത്തിലൊക്കെ കയറുമ്പോഴും, മീറ്റിങ്ങിന് കയറുമ്പോഴും കർത്താവ് പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന, എന്റെ പലപ്പോഴും ചിലപ്പോൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും, ചിലപ്പോൾ എന്റെ സൈലന്റ് പ്രയറിൽ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ വേണ്ടാത്ത ഒരു വാക്ക് പോലും സംസാരിക്കാതെ എന്റെ വായ അടച്ചോ, വേണ്ടിയത് പറയാൻ. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്ന വാക്കുകളായിരിക്കും, അവരെ ബലപ്പെടുത്തുന്ന വാക്കുകളായിരിക്കണം. ആണോ തീർന്നു പോയെന്ന് പറയാൻ ആർക്കാ ബുദ്ധിമുട്ട്? ഇല്ല, ഇതിന്റെ അകത്ത് അത്ഭുതം, ഗോഡ് വിൽ വർക്ക് എ മിറക്കിൾ ഫോർ യു എന്ന് അതാണ് പറയുന്നത്. ആ വാക്കൊന്ന് പറഞ്ഞ് ബ്രിങ് ഗോഡ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ. യേശുവിനെ അതിന്റെ അകത്തോട്ടൊന്ന് കൊണ്ടുവന്നേ. നോക്ക്, പത്രോസും യോഹന്നാനും കൂടെ പറയാ, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒരു ഐറ്റം ഇരിപ്പുണ്ട്. വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ കയ്യിൽ വേറൊരു ഐറ്റം ഇരിപ്പുണ്ട്. ഞങ്ങൾക്കുള്ളത് അതറിഞ്ഞു വേണം നടക്കാൻ. The power, the resurrection power resides in you. നിങ്ങളുടെ അകത്ത് മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ഇരിപ്പുണ്ട്. ഒരു പവർ സോഴ്സ് അകത്ത് ഇരിപ്പുണ്ട്. ഒരു പവർ ബാങ്ക് ആണ് അകത്ത് ഇരിക്കുന്നത്. ബ്രിങ് ഇറ്റ് ഔട്ട്. അതിനെ പുറത്തോട്ട് കൊണ്ടുപോകാം. റിലീസ് ഇറ്റ്. നമുക്ക് കർത്താവ് അതാ അത്തിയോട് ചെയ്ത്, ഇതിനെ നാല് തിന്നാ പോട്ടെ, ഒരു കാഷ്വൽ വേർഡ് പോലെ പറഞ്ഞു പോയി. പക്ഷേ ദാറ്റ് വേർഡ് ഹാസ് പവർ. അതിനെ ഭയങ്കര ശക്തി എടുത്ത് പറയുന്നതുകൊണ്ടല്ല, രണ്ട് അന്യഭാഷയും കൂടെ കൂട്ടിക്കൊഴിച്ച് അതിനെ പറയുന്നത് കൊണ്ടല്ല. നീ പറഞ്ഞു, അത് സംഭവിക്കും. വാട്ട് യു സ്പീക്ക് ബിക്കംസ് എ റൂൾ. അത് എന്ത് വിളിച്ചു പറഞ്ഞാലും അത് തന്നെ സംഭവിക്കും. ഇന്ന് പകൽ ഒന്ന് നോക്കിക്കേ, യുവർ വേർഡ് ക്യാൻ ക്രിയേറ്റ് വേൾഡ്സ്. നിങ്ങളുടെ വാക്കിന് ലോകത്തെ സൃഷ്ടിക്കും. പൈസ സൃഷ്ടിക്കാൻ കഴിവുണ്ട്, ജോലി സൃഷ്ടിക്കാൻ കഴിവുണ്ട്, ഏറ്റവും തകർന്നു കിടക്കുന്ന കുടുംബജീവിതത്തെ പുതുക്കി പണിയുവാൻ കഴിവുണ്ട്, നിങ്ങളുടെ പണി തീരാത്ത വീടിനെ പൂർത്തിയാക്കാൻ കഴിവുണ്ട്. നിങ്ങളുടെ ചർച്ച് പണി തീരാതെ കിടക്കുവാണ്, ഞാൻ ഈ ആഴ്ച പറഞ്ഞത്. ഡിസംബർ 31 അതിന്റെ പണി പൂർത്തിയാകും. യേശുവിന്റെ നാം നിങ്ങൾ റിലീസ് ഇറ്റ്. കാണുന്നതെല്ലാം പറയാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ മുമ്പിൽ കാണുന്ന അയ്യോ ജപ്തി നോട്ടീസായിരിക്കുന്ന ജപ്തി, അത് പറയാൻ ഭയങ്കര എളുപ്പം. ജപ്തി ചെയ്യത്തില്ല, അത് വേണം പറയാൻ. ഇത് ജപ്തി ചെയ്യാനുള്ളതല്ല. ദൈവം എനിക്ക് തന്ന വചനം കൂടെ കൂട്ടി പറയണം. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. ഇറ്റ് ഈസ് എ വേർഡ് ഓഫ് ഗോഡ്. അത് പറയണം. ഇത് ദൈവം എനിക്ക് ദാനമായി തന്ന ഭവനമാണെങ്കിൽ ഈ ജപ്തിക്കൊന്നും ഇവിടെ എന്തില്ല, അവകാശമില്ല. ഇത് ജപ്തി ചെയ്തു പോകാനുള്ളതല്ല. ഞാൻ ആരുടെയൊക്കെ സ്വർണം ഒന്നും ജപ്തി ചെയ്ത് പോകത്തില്ല. അയ്യോ ഇനി അത് എടുക്കാൻ എനിക്ക് ഇല്ലെന്നേ. ഗോഡ് വിൽ ഓപ്പൺ എ സോഴ്സ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി എന്റെ കർത്താവ് തുറക്കും. ഹി വിൽ പ്രിപ്പയർ എ വേ. അത് വിളിച്ചു പറയണം. അടുത്ത മാസം 30 ആകുമ്പോഴത്തേക്ക് ആ ഗോൾഡ് ഒക്കെ റിലീസ് ചെയ്യും. പറയുന്നതിന് ടാക്സ് വല്ലോണം. ഇത് പറയുന്നതിന് എന്നാ കുഴപ്പം? നിങ്ങൾ പറഞ്ഞു തുടങ്ങിക്കോ, ആ വാക്കിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് കാണാം. Say to the mountain, say to your difficulty. നിങ്ങളുടെ അല്പത്തോടൊന്ന് വിളിച്ചു പറഞ്ഞു കാണും അത്ഭുതം. വാക്കിന്റെ അകത്താ മുഴുവൻ. ഇറ്റ്സ് എ ക്രിയേറ്റിംഗ് പവർ. നമ്മള് ദേവദാസന്മാരെയൊക്കെ കാണുമ്പോൾ അവരുടെ അടുക്കൊക്കെ പോയി
പ്രാർത്ഥിക്കും. ഞാൻ ചില സമയത്ത് കണ്ടിട്ടുള്ള ഒരു കാര്യം, എന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും, അതിലേക്ക് ഇറങ്ങിപ്പോയി ഷാജി ബ്രദറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും, അപ്പറേ കൂടെ പോയി പ്രിൻസ് ബ്രദറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും, തങ്കൂറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും, തോമസ് കുട്ടികാരന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. ഇങ്ങനെ പോയി ക്യൂ നിന്ന് ഓരോരുത്തരുടെ അടുത്ത് എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കാൻ നിൽക്കുക. ആദ്യം പ്രാർത്ഥിച്ചൊന്ന് വിശ്വസിച്ച് നിങ്ങൾ ആരുടെ അടുത്ത് പ്രാർത്ഥിച്ചാലും. വ്യക്തികൾ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസം ഉണ്ട്, അഭിഷേകത്തിന് വ്യത്യാസമാണ്. അല്ലാതെ യേശുവിന്റെ നാമം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു നാമമല്ലേ, വല്ല വ്യത്യാസമുണ്ടോ? അത് തങ്കുബ്രദർ ഉപയോഗിച്ചാലും തോമസ് കുട്ടികാർ ഉപയോഗിച്ചാലും ഒരു കൊച്ചു കുഞ്ഞ് ഉപയോഗിച്ചാലും അത് യേശുവിന്റെ നാമം. അതിന്റെ അകത്ത് ഇറ്റ് ഇസ് പവർ പാക്ട്. അനോയിന്റിങ് ഡെഫിനറ്റ്ലി വ്യത്യാസമുണ്ട്, അഭിഷേകത്തിന് വ്യത്യാസമുണ്ട്. ഓരോരുത്തർക്കും മേലുള്ള അനോയിന്റിങ്ങിന് വ്യത്യാസം. ചിലർക്ക് ചില വിഷയങ്ങളുടെ മേൽ അധികാരമാണ്. അത് നിങ്ങൾക്ക് അവരുടെ ശുശ്രൂഷ തന്നെ അതിന്റെ മാനിഫെസ്റ്റേഷൻ കാണാം. അവര് പറയുന്ന വാക്കുകൾ, അവർ പറയുന്ന വചനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ അനോയിന്റിങ് എന്നാണെന്ന് യു ക്യാൻ സെൻസ് ദ അനോയിന്റിങ്. അവരുടെ വാക്കുകളിൽ, അവർ പറയുന്ന വാക്കുകളിൽ അവരുടെ, നിങ്ങൾ ആ വാക്കുകൾ ഒന്ന് ദേവദാസന്മാർ ഒന്ന് സംസാരിക്കും, അല്ലേ ഷീല? ദേവദാസന്മാരൊന്ന് സംസാരിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അവരുടെ അഭിഷേകത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഹൃദയം നിറഞ്ഞ് എന്താണോ ഇരിക്കുന്നത് അതായിരിക്കും വായിന്ന് വെളിയിലോട്ട് വരും. ആദ്യം യു ഷുഡ് ഹാവ്, ഞാൻ എപ്പോഴും പറയും, കർത്താവ് ആ കാറ്റിനെ ശാസിച്ചത് ഈ വള്ളത്തെ ബോട്ടിൽ നിന്നോണ്ടല്ല ശാസിച്ചത്. ഹി വാസ് അറ്റ് പീസ്. വെള്ളം കയറിക്കൊണ്ടിരുന്ന പടകിലും കിടന്നുറങ്ങുന്ന ആ സമാധാനം ഉണ്ടല്ലോ. ഭയങ്കര വിഷയങ്ങളായിരിക്കും, മെഡിക്കൽ റിപ്പോർട്ട് എതിരായിരിക്കും, വലിയ സാമ്പത്തികമായ നീഡിന്റെ മുമ്പിലായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ വലിയ ഏതെങ്കിലും വിഷയത്തിലൂടെ കടന്നു പോകാനും ബി അറ്റ് പീസ്. അത് എവിടുന്നാ കിട്ടുന്നത്? കർത്താവിൽ നിന്ന്. അതാ സോഴ്സ്, സമാധാനത്തിന്റെ സോഴ്സ്. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരും. ആ സമാധാനത്തിൽ നിന്നോണ്ട് വേണം സംസാരിക്കാൻ. അതെവിടെ കിട്ടും? അത് കർത്താവിന്റെ അടുത്ത് പോയാൽ മതി, അത് ആരാധനയ്ക്ക് പോയാൽ മതി. ഓ, ഞാൻ പോയിട്ടൊന്നും ആയില്ല, നീ ഈ ഒറ്റ വാക്കാ കിട്ടാത്ത. കാണുന്നിടം വരെ പോകും. ഞാൻ പറഞ്ഞു വന്നിട്ട് നടന്നില്ല, നടക്കുന്നിടം വരെ പറയും, അല്ലേ? അത് കടക്കുന്നിടം വരെ, എന്റെ കണ്ണുകൊണ്ട് ഞാനത് കാണുന്നിടം വരെ ഞാൻ പറയും. തീരുമാനിക്കണോ? ലെറ്റ്സ് പ്രേ ടുഡേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഡോണ്ട് പ്രേ യുവർ ഫ്രസ്ട്രേഷൻസ്, പ്രേ യുവർ സക്സസ്. എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു? നിങ്ങളുടെ വീട് എന്ത് കാണാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരായി തീരണം എന്ന് കാണാൻ ആഗ്രഹിക്കുന്നു? നിങ്ങളുടെ ഫിനാൻഷ്യൽ ഏറിയ. ഞാൻ ഒരു കാര്യം പറയാം, ഒത്തിരി ഭയങ്കര കർത്താവ് സാമ്പത്തികമായി ഉയർത്തും, മാനിക്കും. പക്ഷെ ഒത്തിരി പണത്തിന്റെ വലിപ്പമല്ല. 5 കൊണ്ട് നോക്ക്, 5 കൊണ്ട് എന്തുണ്ടേലും അത് വാട്ട് ഗോഡ് ഗീവ്സ് ഇസ് ബ്ലെസ്ഡ് മണി. അനുഗ്രഹിക്കപ്പെട്ട പണമാണ് ദൈവം നൽകുന്നത്. അത് ചെലവാക്കിയാലും തീരാത്തതുപോലെ, എടുത്താലും തീരാത്തതുപോലെ, അല്ലെ? യേശു 5 അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തി. ഈ ശിഷ്യന്മാരുടെ ഈ കൊടുത്തപ്പോഴും ഇതല്ലേ കൊടുത്തേ? പക്ഷെ അവര് വിളമ്പിയിട്ടും തീരാത്തതുപോലെയാണ്. വിളമ്പുമ്പോ വർദ്ധിക്കുക, നീ കൊടുക്കുമ്പോ കർത്താവ് നോട്ടിരട്ടിപ്പാണോ? ആ ഇരട്ടിക്കും ചിലപ്പം. ഞാൻ ഈ വചനം വിശ്വസിക്കാം. 5 അപ്പം വിളമ്പുമ്പം വർദ്ധിച്ചു വരിക. കൊട്ടയ്ക്കകത്ത് കുറയുന്നില്ല, വിളമ്പുമ്പം പിന്നെ. അതുപോലെയാണ് കർത്താവ് നിങ്ങൾക്ക് കയ്യിൽ തരുന്ന പണം. നിങ്ങൾ എടുത്ത് അത് ഉപയോഗിച്ചാൽ ഇത് തീരത്തില്ല, തീരാത്തതുപോലെ. അതാണ് സ്വർഗത്തിന്റെ ധനം. മന്ന തീർന്നോ? അതെല്ലാ ദിവസവും വീണോണ്ട്. ചിലർക്ക് നാളത്തേക്ക് കുറച്ച് പെറുക്കി വെക്കാം. വെറുതെ ആയിപ്പോയി. തീരത്തില്ല. when God opens something, അത് പിന്നെ കാണും, അത് പിന്നെ നിറയും, പിന്നെ വരുമെന്ന്. എന്റെ ആവശ്യം അനുസരിച്ച് ദൈവവചനം പറയാണ്, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി. നിങ്ങളുടെ ഉള്ളിൽ അകത്തായി ഇത് വെച്ചിരിക്കുന്നത്. അപ്പൊ അകത്തുനിന്ന് ഞാൻ ആക്ട് ചെയ്യണം, ഞാനത് വിളിച്ചു പറയണം. എനിക്ക് കാണേണ്ട കാര്യങ്ങൾ എല്ലാം വിളിച്ചു പറയണം. സോ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുക, ഇന്ന് ചിലതൊക്കെ കാണണം. സീ യുവർ സക്സസ്,
സീ യുവർ ഡെസ്റ്റിനി. സിറ്റുവേഷൻ കാണാതെ, പ്രോബ്ലം കാണാതെ, ഇതൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് ലെറ്റ് us pray. നമ്മൾക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവിന്റെ അത്ഭുതകരം ഇന്ന് പകൽ ഇതിന്റെ മധ്യത്തിൽ ചലിക്കാൻ പോവുകയാണ്. ചില വീടുകളെ തൊടാൻ പോവുകയാണ്. ചില നാവുകളെ എന്റെ കർത്താവ് തൊടാൻ പോവുകയാണ്. നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്താണേലും എന്റെ കർത്താവ് അതിനെ മാറ്റാൻ പോവുകയാണ്. ഏത് വലിയ പ്രതികൂലമാണെങ്കിലും ആ സാഹചര്യങ്ങൾ മാറിയേ മതിയാകത്തുള്ളൂ. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ റബക്ക ഷണരബരി രബസ്യാൽ റീമി, റബക്ക ഷണരബരി രബസ്യാൽ റീമി, ഓ റബക്ക. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് കേട്ടതുപോലെ കർത്താവെ, ഹല്ലേലൂയ, വേണ്ടിയത് പറയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാവിനെ ഒരുക്കണമേ. വേണ്ടാത്തത് പറയാതിരിക്കാൻ തക്കവണ്ണം ഹല്ലേലൂയ കർത്താവ് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉയർച്ച അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. സാമ്പത്തികമായി, ആരോഗ്യപരമായി. ചിലര് ഒത്തിരി സാമ്പത്തികം കൈ കിട്ടുന്നുണ്ട്, പക്ഷെ ഹോസ്പിറ്റലിലേക്ക് അത് ഒഴുകിപ്പോവുക. ഒന്ന് മാറുമ്പോൾ ഒന്നായിട്ട് ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ മറ്റേ ആൾക്ക് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവരുടെ സാമ്പത്തികം മുഴുവൻ ഹല്ലേലൂയ ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിക്കാം. യേശുവിന്റെ നാമത്തിൽ എല്ലാ ചോർച്ചകളും അടയട്ടെ. ഹല്ലേലൂയ. കർത്താവ് തരുന്ന പണം അത് അനുഗ്രഹത്തിന്റെ പണമാ, അത് അത്ഭുതത്തിന്റെ പണമാ. അത് അവരുടെ സാഹചര്യങ്ങളിൽ, അവരുടെ എല്ലാത്തിലും അത് മിച്ചം വരുന്ന ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എല്ലാ ചോർച്ചകളും അടയട്ടെ. ഒരാൾക്ക് രോഗം വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വണ്ടിക്കായിരിക്കും, അവരുടെ കയ്യിലിരിക്കുന്ന വണ്ടിക്കായിരിക്കും അടുത്ത പണി വരുന്നത്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള ചിലതിനെയൊക്കെ ഇപ്പോൾ തന്നെ പിശാചിന്റെ പദ്ധതികൾ അഴിഞ്ഞു മാറട്ടെ. ഇപ്പോൾ തന്നെ വിടുതലാകട്ടെ. ചോർച്ചകൾ അടയട്ടെ. കർത്താവിന്റെ വേലയിൽ കൊടുക്കുവാൻ ധാരാളമായി കയ്യിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സാമ്പത്തികത്തിൽ ഒരു ഉയർച്ച, ഒരു നന്മ, ബിസിനസ്സിൽ ഒരു ഉയർച്ച. യേശുവിന്റെ നാമത്തിൽ തുണിയുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ചിലരെ കർത്താവ് തൊടുക. നിങ്ങളുടെ വസ്ത്ര സംബന്ധമായിട്ടുള്ള അനുഗ്രഹം, ബിസിനസിനെ കർത്താവ് അനുഗ്രഹിക്കുക, വർദ്ധിപ്പിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ അത്ഭുതമാക്കാൻ പോവുക. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ കരം തൊടുക. രോഗികൾ സൗഖ്യമാകട്ടെ. മുട്ടിന്റെ വേദന നീരായിട്ടിരിക്കുന്ന വ്യക്തിയെ കർത്താവ് തൊടുക. ഇപ്പോൾ തന്നെ ആ നീര് വലിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ മുട്ടിന്റെ വേദനകൾ അപ്രത്യക്ഷമാകട്ടെ. മുട്ടിന് ബലം കർത്താവ് കൊടുക്കണമേ. വേച്ചുപൊയിച്ചു പോകുന്ന ചിലരുണ്ട്. യേശുവിന്റെ നാമത്തിൽ കാലുകൾക്ക് ബലം എന്റെ കർത്താവ് തരിക. യേശുവിന്റെ നാമത്തിൽ ബലപ്പെടുത്തെ. എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. ആ വിവാഹങ്ങൾ ഈ വർഷം തന്നെ നടക്കട്ടെ. ഹല്ലേലൂയ. മുടങ്ങിക്കിടക്കുന്ന ഭവനത്തിന്റെ പണികൾ യേശുവിന്റെ നാമത്തിൽ തുടങ്ങട്ടെ. അത് പൂർത്തീകരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിനുള്ള പണം അവരുടെ കയ്യിൽ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. കുഞ്ഞുങ്ങൾക്ക് വിസ യേശുവിന്റെ നാമത്തിൽ 3 മാസത്തിനുള്ളിൽ റിലീസാകട്ടെ. വർഷങ്ങളായി കാത്തിരിക്കുന്ന വിസ 3 മാസത്തിനുള്ളിൽ യേശുവിന്റെ നാമത്തിൽ റിലീസാകട്ടെ. അത്ഭുതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ, കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ കർത്താവ് തൊടണമേ. നാവുകളെ കർത്താവ് തൊടണമേ. ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞിന്റെയും നാവിന് ഞാൻ ബലം നിയമിച്ചിരിക്കുന്നെന്ന് പറഞ്ഞ കർത്താവ്, ശക്തിയോടെ ബലത്തോടെ സംസാരിക്കാനുള്ള കൃപ, വിഷയങ്ങളുടെ എതിരെ സംസാരിക്കാനുള്ള കൃപ ഓരോ നാവുകളുടെ മേലും കർത്താവ് പകരുന്നതിനായി സ്തോത്രം. വിശ്വാസം കർത്താവ് പകർന്നു കൊടുക്കണമേ. കർത്താവിന്റെ വചനത്തിന്റെ ശക്തി അവരുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായിക്ക് പ്രസ്താവിക്കാൻ സാധിക്കുന്നത്. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ അവരുടെ വചനങ്ങൾ വിളിച്ചു പറയുമ്പോൾ തന്നെ സൃഷ്ടിപ്പിന്റെ അത്ഭുതം, ക്രിയേറ്റീവ്, ലെറ്റ് them see creative miracles in their life. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം തൊടുന്നതിനായി സ്തോത്രം. താങ്ക് യു മൈ ഫാദർ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വീടുകളെ അനുഗ്രഹിക്കുകയാണ്. കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു. സമ്പത്തിനെ അനുഗ്രഹിക്കുന്നു. ആരോഗ്യത്തെ അനുഗ്രഹിക്കുന്നു. എല്ലാ രോഗബന്ധനങ്ങളും യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. നീ ഭൂമിയിൽ അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിലും അഴിക്കുമെന്ന് പറഞ്ഞ കർത്താവ് അവിടുത്തെ കരം തൊടുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഫെയ്ത്ത് ഇസ് എ ഫോഴ്സ് വിച്ച് ഇസ് റിലീസ്ഡ് ബൈ യുവർ ടങ്. വിശ്വാസം എന്ന് പറയുന്നത്
ഒരു ശക്തിയാണ് നിങ്ങളുടെ നാവ് കൊണ്ട് റിലീസ് ചെയ്യുക. ഞാൻ ഇന്ന് നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ, നിങ്ങളുടെ നാവ് കൊണ്ട് സംസാരിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇറ്റ് മേ മോട്ടിവേറ്റ് യു. അത് നിങ്ങൾക്ക് ഒത്തിരി ബലവും ശക്തിയും തരുമായിരിക്കും. പക്ഷേ നിങ്ങൾ അത് വിളിച്ചു പറയാത്തിടത്തോളം കാലം നിങ്ങൾ അത്ഭുതം കാണത്തില്ല. അൺലെസ് യു ടോക്ക് ഇറ്റ് ഔട്ട്. എനിക്ക് തങ്കുബ്രദറിന്റെ ശുശ്രൂഷ ഭയങ്കര ഇഷ്ടമാണ്. തോമസ് ബ്രദറിന്റെ ശുശ്രൂഷ ഭയങ്കര ഇഷ്ടമാണ്. അവർ കേൾക്കുന്ന, അവർ സംസാരിക്കുന്ന വചനം എനിക്ക് ഒത്തിരി ശക്തിയും ബലവും തരുന്ന വചനങ്ങളാണ്. പക്ഷെ അൺലെസ് ആൻഡ് അണ്ടിൽ ഐ യൂസ് ഇറ്റ്, I will never see the miracle. സോ എത്ര മോട്ടിവേഷണൽ സ്പീക്കർ ആണെങ്കിലും, എത്ര ദൈവവചനം ശക്തിയോടെ പ്രസംഗിക്കുന്ന വ്യക്തിയാണെങ്കിലും, നമ്മൾ ഏറ്റെടുക്കുന്ന ഇല്ല എങ്കിൽ, നമ്മുടെ റിസീവിംഗ് എൻഡ് അതിനെ എടുക്കുന്നില്ലെങ്കിൽ, യു വിൽ നെവർ, നമ്മുടെ റിസീവിംഗ് എൻഡ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ, അതിന് ഒത്തവണ്ണം, ആ കേട്ട വചനത്തിന് ഒത്തവണ്ണം റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ, പ്ലീസ് യു വിൽ നെവർ സീ ദ മിറക്കിൾ. സോ കാണണോ അത്ഭുതം, പറയാൻ തുടങ്ങിക്കോ. നാവ് നിങ്ങളുടെ കയ്യിലുണ്ട്, വിളിച്ചു പറയാൻ തുടങ്ങിക്കോ. ആൻഡ് യു വിൽ സീ ദാറ്റ് യു ആർ ഗെറ്റിംഗ് ബ്ലെസ്ഡ്. സോ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. അപ്പോൾ തന്നെ വീഡിയോ ഷെയർ ചെയ്യണം. കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്ലെസ് യു.